E20 പെട്രോളിന്റെ പേരിലെ പ്രതിഷേധങ്ങൾ തുറന്നു കാട്ടപ്പെടുമ്പോൾ ആം ആദ്മി പാർട്ടി പ്രതിരോധത്തിൽ എന്നതാണ് വാർത്ത. E20 പെട്രോൾ വിഷയത്തിൽ കർഷകരും വൻകിട കമ്പനികളും സർക്കാർ പദ്ധതിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് പ്രതിഷേധങ്ങളുടെ മുനയൊടിക്കുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നു. E20 എന്താണെന്നും ഇതാദ്യമായി ഇന്ത്യയിലല്ല നടപ്പാക്കുന്നത് എന്നും അനേകം രാജ്യങ്ങളിൽ ഇത് പരീക്ഷിച്ച് വിജയകരമായി നടപ്പാക്കിയതാണെന്നും നമ്മുടെ ആളുകൾ കുറെ കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഈ വിദേശത്ത് നിന്നും അമിതമായി ഈ എണ്ണ ഉപയോഗം അല്ലെങ്കിൽ എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ E20 എത്തനോൾ മിക്സിംഗ് എന്ന് പറയുന്നത്, എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മുടെ കർഷകർക്ക് വളരെയധികം ഗുണം ഉണ്ടാക്കി കൊടുക്കുന്നതുമാണ്. നമ്മുടെ എൻവിയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുന്ന ഒരു നയം കൂടിയാണ് എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു എക്സ്പ്ലെയിനർ ജനം TV പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക വിധത്തിൽ. വാർത്തയിലേക്ക്. E20 പദ്ധതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ തുടക്കമിട്ട പ്രതിഷേധം തെരുവിലേക്കെത്തിച്ച പാറ്റാക്കൂട്ടം നടത്തിയ ജന്തർ മന്ദറിലെ സമരത്തിന്റെ മാതൃകയിൽ അക്രമ സമരത്തിനായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പദ്ധതി. E20 ജനതാ പാർട്ടി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരംഭിച്ച പ്രതിഷേധത്തിന്റെ അരങ്ങിലും അണിയറയിലും ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. E20 ഇന്ധന നയം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനവുമായാണ് അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നത്. വാഹനങ്ങൾക്ക് ദോഷകരമാണെന്നും കേടുപാടുകൾ ഉണ്ടാകുമെന്നും കേജ്രിവാൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് തെറ്റായ പ്രചാരണമെന്ന് ചൂണ്ടിക്കാട്ടി കാർലോസ്കർ കമ്പനി MD വിക്രം ഗുലാത്തി രംഗത്ത് വന്നു. വ്യാജ പ്രചാരണങ്ങളുടെ മുനയൊടിയുന്നത് ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യമിട്ട് രംഗത്ത് വന്ന പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയെന്ന് വ്യക്തമാണ്. വ്യാജ പ്രചാരണത്തിലൂടെ പുകമറ സൃഷ്ടിച്ച് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുക എന്ന കേജ്രിവാളിന്റെ തന്ത്രമാണ് പൊളിഞ്ഞത്. E20യുടെ പേരിലെ പ്രതിഷേധങ്ങളുടെ പൊള്ളത്തരമാണ് തുറന്നു കാട്ടപ്പെടുന്നത്. ജനം, ഡൽഹി.